ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എന്തിനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് വരുമാനത്തിലെ അസമത്വം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വരുമാനത്തിലെ അസമത്വം കുറച്ചു കൊണ്ടുവരുന്നതിന് ഒരു സാധാരണക്കാരന് കിട്ടുന്ന അവസരമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ജീവിതാവസാനം വരെ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അമിതമായി വിലയിട്ട് ആ പൈസ നേരെ നിലവിൽ കോടീശ്വരന്മാരായ ആളുകളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇന്നത്തെ മാർക്കറ്റിംഗിലുള്ളത്. ഈ അധിക തുക സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇനി നിങ്ങൾ MLM ചെയ്യുന്നില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്കും നിലവിൽ കോടീശ്വരന്മാരായ ആളുകൾ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരാക്കി മാറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനാൽ എല്ലാവർക്കും MLM ചെയ്യാവുന്നതാണ്. MLM സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ ഈ ചാനലിൽ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ 3 എങ്ങനെ സമ്പന്നർ അതിസമ്പന്നരാകുന്നു എന്നൊരു തമ്പനയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോന്റെ താഴെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, അണ്ടർഎംപ്ലോയ്മെന്റ്. എന്താണ് എംപ്ലോയ്മെന്റ്? നമ്മുടെ ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം തരുന്നുണ്ട്. എന്തിനാണ്? ഗവൺമെന്റിന് ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഇവിടെ നീതി വ്യവസ്ഥ നടപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ ക്രമസമാധാനം നടത്തിക്കൊണ്ടുപോകുന്നതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നതിന് ടീച്ചേഴ്സിന് വേണം. കോളേജിൽ പഠിപ്പിക്കുന്നതിന് അധ്യാപകര്, പ്രൊഫസർമാരെ വേണം. ഗവൺമെന്റ് സർവൻസിന് ഗവൺമെന്റിന് ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ വർധനവിന് ആനുപാതികമായിട്ട് നമുക്കിവിടെ ജോലി തരാൻ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. കാരണം ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ SLC എഴുതുന്ന കുട്ടികളുടെ എണ്ണം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല. ഈ വർഷം എഴുതിയത് തന്നെ 4,27,152 പേരാണ്. ഇതിൽ എത്ര പേർക്ക് ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ സാധിക്കുന്നു? ഇപ്പോഴത്തെ പഴയ ഒരു കാൽക്കുലേഷൻ വെച്ച് ശരാശരി ഒരു 20,000-നും 25,000-നും ഇടയിൽ മാത്രമാണ് ഗവൺമെന്റ് ജോലി കൊടുക്കുന്നുള്ളൂ. അതായത് ബാക്കി ഒരു 3.25 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുന്നില്ല. ആകെ ഗവൺമെന്റിന്റെ സ്ട്രെങ്ത്, ഗവൺമെന്റ് എംപ്ലോയിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 5.5 ലക്ഷത്തിന് താഴെയാണ്. അതായത് അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റ് നിന്ന് പെരുകി 28,65,000-ന് മുകളിലെത്തി നിൽക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ ഗവൺമെന്റിനോട് സാധിക്കുമോ? സാധിക്കില്ല. അടുത്ത പോയിന്റാണ് അണ്ടർഎംപ്ലോയ്മെന്റ്. എന്താണ് അണ്ടർഎംപ്ലോയ്മെന്റ്? നമുക്ക് ജോലിയുണ്ട്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് ജോലി കൊടുക്കുന്നവരുടെ എണ്ണം വളരെ തുച്ഛമായതിനാൽ എല്ലാവർക്കും പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. പ്രൈവറ്റ് മേഖലയിൽ എത്രയാണ് ശരാശരി ശമ്പളം? എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് 14,000 രൂപയിൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ശരാശരി ശമ്പളം. ഒരു 14,000 രൂപ കൊണ്ട് ഒരു ശരാശരി മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? അൺഎംപ്ലോയ്മെന്റിനും അണ്ടർഎംപ്ലോയ്മെന്റിനും ശാശ്വത പരിഹാരമായിട്ടാണ് ഗവൺമെന്റ് നിയമം മൂലം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട. നമുക്ക് തൊഴിൽ തരണമെങ്കിൽ ഒരു തൊഴിലിടം വേണം, തൊഴിൽശാലകൾ വേണമല്ലേ? എന്നാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു സ്മാർട്ട് ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് തന്നെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബോസിൽ നിന്ന് രക്ഷപ്പെടലാണ്. ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാനും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനും എപ്പോഴും ഒരു ബോസ് അല്ലെങ്കിൽ മേലാധികാരി ഉണ്ടാകും, അല്ലേ? ഏത് സ്ഥാപനത്തിലായാലും നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു മേലാധികാരി ഉണ്ട്. ആളില്ലെങ്കിൽ പോലും ഒരു ക്യാമറയെങ്കിലും അവർ ഇവിടെ വെച്ചിട്ടുണ്ടാകും. ഈ മേലുദ്യോഗസ്ഥർ അവരുടെ അധികാരം എപ്പോഴും കീഴ് ജീവനക്കാരുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായാലും അത്യാവശ്യ ഘട്ടത്തിലായാലും ഒരു ലീവ് ചോദിച്ചാൽ പോലും തരാത്തവരാണ് പല മേലുദ്യോഗസ്ഥരും. നിങ്ങൾക്കും ഇങ്ങനെയുള്ള മേലുദ്യോഗസ്ഥരാണ് ഉള്ളതെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്.
കാരണം ഇതിന്റെ പ്രത്യേകത തന്നെ ഇതിന് നിങ്ങൾക്കൊരു ബോസ് ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനാൽ നിങ്ങളെ മേലധികാരികളുടെ ശല്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ബിസിനസ് അവസരം സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ടൈം ലിവറേജ്? നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? നമ്മൾ ഒറ്റയ്ക്കാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മളെ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനാണ് മുകേഷ് അംബാനി. അദ്ദേഹം ഏകദേശം 3.25 ലക്ഷത്തോളം ആളുകൾക്കാണ് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3.25 ലക്ഷം ആളുകളുടെ ജോലി കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അവരുടെ സമയം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സിസ്റ്റം, ഈ ശമ്പളം കൊടുത്ത് അവരുടെ സമയം വാങ്ങിക്കുന്ന അതേ സിസ്റ്റം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു മുതൽ മുടക്കില്ലാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ്സിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ഈ ബിസിനസ് ഏവർക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. MLM ബിസിനസ് തിരഞ്ഞെടുക്കാൻ അടുത്ത പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം ഫ്രീഡം ആണ്. എന്താണ് ടൈം ഫ്രീഡം? നമ്മൾ ഒരു ജോലിയിലാണെങ്കിൽ നമുക്ക് ആ ടൈം ഫ്രീഡം കിട്ടുന്നില്ല. ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ഫ്രീഡം കിട്ടുന്നില്ല. MLM ബിസിനസ്സിൽ ഏതൊരു സാധാരണക്കാരനും ടൈം ഫ്രീഡം ലഭിക്കാൻ സഹായിക്കുന്നത് ടൈം ലിവറേജ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. അതായത് നമ്മളൊരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നതിനാൽ നമുക്ക് കുറച്ച് ദിവസം വർക്കിന് പോയില്ലെങ്കിലും നമ്മുടെ ടീമിലുള്ളവർ വർക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് വരുമാനം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിനാൽ തന്നെ ടൈം ഫ്രീഡം ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്ത പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് പാസീവ് ഇൻകത്തെ കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നമുക്ക് ജീവിത അവസാനം വരെ പണിയെടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമുക്ക് പണിയെടുക്കാൻ കഴിയാത്ത സമയത്തും വരുമാനം വരുന്ന ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കി വെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതിനൊന്ന് ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഈ ബിസിനസ് അവസരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്ത പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ചാണ്. ജോലി എടുക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം എന്നുള്ളത്. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ മിക്കവരും ഭൂരിപക്ഷം ആളുകളും അവർക്കൊരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ആ സിസ്റ്റം പ്രവർത്തിക്കുന്നതിലൂടെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് അല്ല. ഒറ്റയ്ക്ക് പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കി 1-2 പേരെയാണ് ചിലപ്പോൾ കണ്ടേക്കാം. എന്നാൽ കൂടുതലും പേരും ഒരു ടീം വർക്കിലൂടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചതിലൂടെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ലോ ഒരു കഴിവോ ഒന്നും ഇല്ലെങ്കിൽ, ഒരു സാധാരണക്കാരനാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അടുത്ത പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ആസ്തികളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആസ്തികൾ? നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നതിനെ, പണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനെയാണ് ആസ്തികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ കാറ് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ചെലവുകൾ മാത്രമേ വരുന്നത്. പെട്രോൾ അടിക്കണം, തേയ്മാനങ്ങൾ വരുന്നു, അതുപോലെ അതിന് ചെലവുകൾ മാത്രമേ വരുന്നത്. അതുപോലെ നമുക്കൊരു വീടുണ്ടെങ്കിൽ അതിന് പെയിന്റ് അടിക്കണം, അതിന് മെയിൻ്റെനൻസ് ചെയ്യണം, ഈ ചെലവുകൾ മാത്രമേ വരുന്നത്. എന്നാൽ കാറ് ടാക്സി ആയിട്ട് ഓടുകയാണെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വരുമാനം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരുമാനം വരുന്നതിനെയാണ് ആസ്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതിലുള്ള പാർട്ട്നേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വിഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു രീതിയാണ് MLM ബിസിനസ് ഉള്ളത്. അതിനാൽ ഇത് തന്നെ ഇന്ന് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ആസ്തികളെ സൃഷ്ടിക്കുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അടുത്ത പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് MLM ബിസിനസ് ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ? നമ്മൾ ഏതൊരു നെറ്റ്വർക്കിംഗ് കമ്പനി തിരഞ്ഞെടുത്താലും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ്. കാരണം ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളല്ല, പ്രൊഡക്ട്സ് അല്ല ആ കമ്പനിയിൽ ഉള്ളതെങ്കിൽ നമുക്ക് ആ കമ്പനി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നമുക്ക് അസുഖങ്ങൾ കുറയുകയും ചെയ്യുന്നു. അസുഖങ്ങൾ കുറയുന്നതിലൂടെ നമ്മുടെ ആശുപത്രിയിൽ പോയി വരുന്ന ചെലവുകൾ കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നു. നമുക്ക് വരുമാനം സേവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു.
അടുത്ത പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ലൈഫ് ഇൻ ദി ബിസിനസ് ക്വാഡ്രന്റ് എന്നതാണ്. പ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധനായ റോബർട്ട് കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന ആശയമാണ് ഇത്. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം 4 തിരിച്ചിരിക്കുന്നു, 4 ക്വാഡ്രന്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ ക്വാഡ്രന്റിൽ വരുന്നതാണ് എംപ്ലോയി ക്വാഡ്രന്റ് അഥവാ ഇ ക്വാഡ്രന്റ്. അടുത്ത ക്വാഡ്രന്റിൽ വരുന്നതാണ് സെൽഫ് എംപ്ലോയി അഥവാ എസ് ക്വാഡ്രന്റ്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ വരുന്നതാണ് ബിസിനസ് ക്വാഡ്രന്റ് അഥവാ ബി ക്വാഡ്രന്റ്. നാലാമത്തെ ക്വാഡ്രന്റിലുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് അഥവാ ഐ ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിലുള്ള പ്രത്യേകത എന്താണ്? ആദ്യത്തെ ക്വാഡ്രന്റായ എസിലും ഇയിലും ഉള്ളവരുടെ പ്രത്യേകത ഇവർ സമയം കൊടുത്ത് വരുമാനം വാങ്ങുന്നവരാണ്, അതായത് സ്ഥിരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ ക്വാഡ്രന്റിലുള്ള അടുത്ത പ്രത്യേകതയാണ് ലോകത്തിന്റെ 89% ആളുകളും ഈ എസ് ആൻഡ് ഇ ക്വാഡ്രന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക സമ്പത്തിന്റെ വെറും 10% മാത്രമാണ് ഇവർക്ക് നീക്കിവെച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇനി അടുത്ത 2 ക്വാഡ്രന്റുകൾ, അതായത് ബി ക്വാഡ്രന്റും ബിസിനസ് ക്വാഡ്രന്റ് അഥവാ ഇൻവെസ്റ്റേഴ്സ് ക്വാഡ്രന്റിലുള്ളവരുടെ പ്രത്യേകതയാണ് ഇവർ പണിയെടുത്തല്ല വരുമാനം വാങ്ങുന്നത്. ഇവർ പണിയെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇവർ പണിയെടുക്കാനുള്ള ഒരു സിസ്റ്റം നേടിയിരിക്കുന്നു, അതിലൂടെ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോക സമ്പത്തിന്റെ 90% ബി ആൻഡ് ഐ ക്വാഡ്രന്റിലുള്ളവരുടെ കയ്യിലാണ്. അതിനാൽ തന്നെ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്നു. ആദ്യത്തെ ക്വാഡ്രന്റായ എംപ്ലോയി ക്വാഡ്രന്റിൽ നിന്നും രണ്ടാമത്തെ ക്വാഡ്രന്റായ സെൽഫ് എംപ്ലോയി ക്വാഡ്രന്റിലുള്ളവർക്ക് ബി ക്വാഡ്രന്റിലേക്കും അതിൽ നിന്ന് ഐ ക്വാഡ്രന്റിലേക്കും മാറുന്നതിന് ഇന്ന് ലോകത്തുള്ള ഒരേ ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഈ ബിസിനസ് മോഡൽ. അതിനാൽ ഏതൊരു സാധാരണക്കാർക്കും ബിസിനസ് ക്വാഡ്രന്റിലേക്ക് മാറുന്നതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന MLM സിസ്റ്റം സ്വീകരിക്കാവുന്നതാണ്. അടുത്ത പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് വിൻ വിൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ ജയിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവരെയും ജയിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് വിൻ വിൻ സ്ട്രാറ്റജിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ബിസിനസ് രൂപമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്കും വരുമാനം കിട്ടുന്ന സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ളത്. അതിനാൽ വിൻ വിൻ സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ സാധ്യമാക്കാവുന്നതുമായ ഒരു ബിസിനസ് മോഡലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അടുത്ത പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് സെൽഫ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് കിട്ടാത്ത ഒരു കാര്യമാണ് സെൽഫ് എഡ്യൂക്കേഷൻ. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, നമുക്ക് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണം, ഒരു പരീക്ഷ പേടി വരുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ സെൽഫ് എഡ്യൂക്കേഷന്റെ പോരായ്മയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന മേഖല സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേജ് ഫിയറോ മറ്റുള്ളവർ സംസാരിക്കാനുള്ള പേടിയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ സെൽഫ് എഡ്യൂക്കേഷനിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ജനങ്ങളുടെ അക്രമ വാസനയെ കുറിച്ചാണ്. ഒന്ന് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തമ്മിത്തല്ലും വഴക്കും കൊലപാതകം വരെ ചെയ്യാവുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള മേഖലയായിട്ട് ജനങ്ങളുടെ മനസ്ഥിതി മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മനസ്ഥിതി മാറ്റിയെടുക്കുന്നതിന് നെറ്റ്വർക്കിംഗ് മേഖല വളരെയധികം സഹായിക്കുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ട ക്ഷമ, വിനയം, സ്നേഹം, ബഹുമാനം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്ത ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തെ കുറിച്ചാണ്. കാരണം കാട്ടിൽ നിന്നുള്ള മൃഗങ്ങളുടെ ശല്യം മൂലം അവർക്കൊരു കൃഷി ചെയ്യാൻ വയ്യ. ആ കൃഷി ചെയ്യുന്നതാണെങ്കിൽ ആനകൾ, അതുപോലെയുള്ള താഴെയുള്ള കൃഷി, തെങ്ങ്, വാഴയൊക്കെ ആനകൾ വന്ന് നശിപ്പിക്കുന്നു. ഇനി മരത്തിന്റെ മുകളിലുള്ളതാണെങ്കിൽ കുരങ്ങുകൾ വന്ന് മാങ്ങ, ചക്ക തുടങ്ങിയ തേങ്ങ എല്ലാ സാധനവും നശിപ്പിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം കാട്ടിൽ മൃഗങ്ങളുടെ വില പോലും ഒരു മനുഷ്യനില്ല എന്ന് പറയേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല എങ്കിൽ അവർക്ക് തീർച്ചയായും ഈ MLM ബിസിനസ് തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള, അതായത്
എന്തിന് ഫിജിക്കാർട്ട് 100 LCS സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ വന്നിട്ടുള്ള 2 കമന്റുകൾക്കുള്ള മറുപടി ആണ് ഞാൻ പറയുന്നത്. സനൽ കുമാർ സനൽ എന്ന ഒരു ഐഡിയിൽ നിന്നും വിജീഷ് BP എന്ന ഒരു ഐഡിയിൽ നിന്നുള്ള 2 കമന്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കമന്റ്, വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൂടെ ഇജാതി ഉഡായിപ്പ്. വിജേഷ് PP എന്ന ഐഡിയിൽ നിന്നും വന്നിട്ടുള്ള കമന്റാണ്, ആൾക്കാരെ പറ്റിക്കാതെ വല്ല പണിക്കും പോയി കൂടെ. ഈ 2 കമന്റാണ് വന്നിട്ടുള്ളത്. ഇതിനൊരു മറുപടി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പോയിന്റുകൾ സാധാരണ ഏത് ജോലിയിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ് മോഡലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൂടാതെ റിജക്ഷൻ സ്കില്ല്, പേഴ്സണൽ ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് സ്കില്ല്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്ന ഹൗ ടു മേക്ക് മണി, ഹൗ ടു ഇൻക്രീസ് മണി, ഹൗ ടു ഇൻവെസ്റ്റ് മണി തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ കമന്റുകൾക്ക് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു ബിസിനസ് അവസരമാണ്. നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനാണ് മുകേഷ് അംബാനി. അതുപോലെ തന്നെ കേരളത്തിലെ നമ്പർ 1 കോടീശ്വരനാണ് MA യൂസുഫലി സാറ്. ഇവർ രണ്ടുപേരും കൂടി എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്? അത് നമുക്ക് നോക്കാം. 4,54,414 പേർക്കാണ് ഇവർ രണ്ടുപേരും കൂടി ജോലി കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടുപേരുടെയും അക്കൗണ്ടിൽ വന്നിട്ടുള്ള തുക എത്രയാണെന്ന് അറിയാമോ? അതായത് മുകേഷ് അംബാനിയുടെയും MA യൂസുഫലിയുടെയും അക്കൗണ്ടിലുള്ള രൂപയാണ് ഇന്ന് 9,63,63,080 കോടി രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലുള്ളത്. എന്നാൽ ഇവർ ജോലി കൊടുത്ത ഇത്രയും ആളുകളുടെ അക്കൗണ്ടിൽ എത്ര കോടിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ മുകേഷ് അംബാനിയുടെ ജോലിക്കാരനാണ്, എനിക്ക് ഇത്ര രൂപ കോടി ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ MA യൂസുഫലിയുടെ ജോലിക്കാരനാണ്, എനിക്ക് ഇത്ര കോടി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഏതെങ്കിലും പത്രത്തിലോ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിലോ നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അവർ എന്തിനാണ് ഇവർക്ക് ജോലി കൊടുത്തിട്ടുള്ളത്? അവരുടെ സമ്പത്ത് ഉണ്ടാക്കാനും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഒരാൾ മറ്റൊരാൾക്ക് ജോലി കൊടുക്കുന്നത്, ഒരു പണി കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ പണിയോ ജോലിയാണ് തരുന്നത്, ഒരു ബിസിനസ് അവസരമാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ബിസിനസ് അവസരം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജിക്കാർട്ട്.com എന്ന കമ്പനിയിലാണ്. അതിൽ ഗ്രേറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ടീം ഒളിമ്പ്യനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഏവരെയും ഞാൻ ടീം ഒളിമ്പ്യനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക. അതിന് ശേഷം ഷെയർ ചെയ്താൽ നിങ്ങൾ ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവർക്ക് വന്നാൽ നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. കാരണം ഈ മാർക്കറ്റിംഗ് അറിയപ്പെടുന്നത് റെഫറൽ മാർക്കറ്റിംഗ് എന്നാണ്. നിങ്ങളുടെ ഈ ഒരു ഷെയർ കൊണ്ട് നിങ്ങൾക്കും രക്ഷപ്പെടാം എന്നുള്ളതാണ് ഈ ബിസിനസ് രീതിയുടെ പ്രത്യേകത. അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.